സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതൊന്ന് പിന്മാറ്റം. പ്രിയദർശൻ തമ്പി, ഇവിടെ ഇപ്പോ ആ അതിജീവിത പറയുകയാണ്, പരാതിക്കാരി പറയുകയാണ്, തനിക്കെതിരെ ഒരു പോക്സോ കേസിന്റെ ആരോപണം ഉണ്ടാകുന്നു, അതിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ആ കേസിൽ തുടർ നടപടികൾ ഇഴയുന്നു, അത് ചൂണ്ടിക്കാട്ടി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ വേട്ടയാടുന്നു, അതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കുന്നു എന്ന്. കാരണം എന്തോ ആയിക്കോട്ടെ, അവർ പറയുന്നു അങ്ങനെ. എന്തുകൊണ്ടാകും ഒരു പോക്സോ കേസിൽ നടപടികൾ വൈകുന്നത്? ആ കേസ് അവരെ പിന്തിരിപ്പിക്കാനുള്ള ആയുധമായിരിക്കുമോ? അല്ല, നമ്മളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ സ്റ്റേറ്റ്മെന്റ്, ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തി, നമ്മളെല്ലാവരും അത് കേട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ്. കാരണം നിയമം അറിയില്ല എന്നുള്ളത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ല. കാരണം ബേസിക്കലി ഈ പിൻവലിക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പിൻവലിക്കാൻ കഴിയില്ല കേസ്. കാരണം ഒരാൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോഗ്നൈസബിൾ ഒഫൻസിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്ത് ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ, ആ വാദി പിന്നീട് ആ ക്രിമിനൽ കേസിന്റെ വാദി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അവരല്ല, ഒരു ഡിഫാക്ടോ കംപ്ലൈനന്റ് ആയിട്ട് മാറുകയാണ്. സ്റ്റേറ്റ് ആണ് മെയിൻ. ഈ കേസെടുത്ത SHO ആണ് അതിന്റെ വാദി. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴായാലും ശരി, കേസ് വരുമ്പോഴായാലും ശരി, സ്റ്റേറ്റ് ആണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ ഈ ഒരു കേസ് പിന്നെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അവരുടെ കയ്യിൽ നിന്ന് പോയി, അവർ കംപ്ലൈന്റ് കൊടുത്തു, അവർ കേസുണ്ട് എന്നവർ പറഞ്ഞു, മൊഴി കൊടുത്തു, 164 സ്റ്റേറ്റ്മെന്റ് കോടതി മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്തു. ആ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അന്വേഷിച്ച് ആ കേസിലെ ഒരു റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, ആ ഫൈനൽ റിപ്പോർട്ടിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പോലീസിനുണ്ട്. അതായത് ഒരു കേസ് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ശരിയായ കേസല്ല എന്ന് റെഫർ ചെയ്യാം, ആ കേസ് ഫാൾസ് ആണ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ പ്രതിക്കെതിരെയുള്ള ആരോപണം, അതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ആ കുറ്റപത്രം കൊടുക്കാം. ഇത്തരത്തിലുള്ള പല ഓപ്ഷൻസ് പോലീസിന് മുമ്പാകെ, ആ പോലീസാണ് അത് ചെയ്യേണ്ടത്. അതായത് ഒരു അവസരത്തിൽ ഒരു പ്രതി ഒരു കേസ് കൊടുക്കുക, സ്റ്റേറ്റ് മെഷീനറി എത്രയോ രൂപ മുടക്കി ആ കേസ് അന്വേഷിക്കുക, ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അതിനുശേഷം എനിക്ക് കേസ് പിൻവലിക്കണം, എനിക്ക് കേസ് വേണ്ട എന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കേസ് അന്വേഷണത്തിൽ നിസ്സഹകരിക്കാം. അപ്പോൾ അത് കേസ് സ്വാഭാവികമായും ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാം. അത് ഒരു പരിധി വരെ അതിനുള്ള സ്റ്റേജ് കഴിഞ്ഞു. കാരണം നിസ്സഹകരണത്തിന്റെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കേസിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. കാരണം അവരുടെ മൊഴിയെടുത്തു, അവരുടെ വസ്ത്രങ്ങൾ എടുത്തു. അതാണ് ഇത്തരത്തിലുള്ള 376 കേസായാലും ശരി, അസോൾട്ട് അഗൈൻസ്റ്റ് ലേഡീസ് ഉള്ള കേസായാലും ശരി, അതിന്റെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കഴിയും. കാരണം ഉദാഹരണത്തിന് ഈ അവരുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്തുക, സ്ത്രീകളുടെ ടെസ്റ്റ് നടത്തുക, ഈ ആരോപണ വിധേയന്റെ പൊട്ടൻസി ടെസ്റ്റ് നടത്തുക, അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ. 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക, പിന്നെ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുക, ഇതെല്ലാം തന്നെ അതിന്റെ റിപ്പോർട്ടൊക്കെ ഇനി മാത്രം വന്നാൽ മതിയാകും. അപ്പോൾ അന്വേഷണം, അതിന്റെ പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമൊക്കെ ആ കേസിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെ അവർക്ക് കേസ് പിൻവലിക്കാനുള്ള 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഈ വാദിയും പ്രതിയും കൂടെ ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കാം, ഈ കേസ് കോഷ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഈ കേസ് അന്നത്തെ മിസ്അണ്ടർസ്റ്റാൻഡിംഗിന് പുറത്തുണ്ടായതാണെന്നും ഈ കേസ് കോഷ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 482 ഇൻഹറന്റ് പവേഴ്സ് ഹൈക്കോടതിക്കുള്ളത് കൊണ്ട് ആ കേസ് കോഷ് ചെയ്യപ്പെടേണ്ട കേസാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കോഷ് ചെയ്യാൻ ഹൈക്കോടതി. അങ്ങനെയാണെങ്കിൽ ശ്രീ പ്രിയദർശൻ തമ്പി, ഈ ഫോൾസ് ആയിട്ടുള്ള കേസ് കൊടുത്തു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തെളിയുന്ന സാഹചര്യം ഈ ആരോപണം ഉന്നയിക്കുന്നവരെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസരം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പോക്സോ കേസ് കാരണം ഈ സംഭവത്തിന് ശേഷമാണ് അവർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ പോക്സോ കേസിലെ കുട്ടിയും ഒരു അതിജീവിത തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട ഇതിലെ കൗണ്ടറായിട്ട് വന്ന കേസാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ കേസിലെ അതിജീവിതയ്ക്ക് ഒരു ബെനിഫിറ്റ് നമ്മൾ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എസ്പെഷ്യലി അതൊരു മൈനറും കൂടിയാണ്. അപ്പോൾ മൈനർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ മൈനർ ഒരു വാദിയായിട്ട് ഒരു കേസ് വന്നിരിക്കുന്നു. പോലീസ് ആ കേസ് അന്വേഷിക്കണം. ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നത് നമുക്കറിയാവുന്ന സാഹചര്യമാണ്. ഇനി പരാതി കൊടുക്കുന്നവരെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയും പിന്തിരിപ്പിക്കുന്നു എന്നതും നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സംശയിച്ചുകൂടെ? അല്ല, രേണുക ഈ ചർച്ചയുടെ ആദ്യ പാദത്തിൽ ചോദിച്ചതുപോലെ തന്നെ ചോദിച്ച ഒരു പ്രസക്തമായ ഈ ടാഗ് ലൈൻ പോലെ ഈ ചർച്ചയുടെ കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ പറയുന്ന വളരെ സത്യമാണ്. കാരണം പലരും അതിജീവിതകൾക്ക് ഇതുപോലുള്ള അലിഗേഷൻസ് പറയാൻ മടിയുണ്ട്, ഭീഷണി ഉണ്ടാകും. പക്ഷെ അത്തരത്തിൽ ഈ ഒരു 100 ജെനുവിൻ കേസ് ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഒരു ജെനുവിൻ അല്ലാത്ത ഒരു കേസ്, ഇത്തരത്തിൽ കോൺട്രഡിക്ഷൻസ് വരുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു സംശയവും വേണ്ട. നമുക്ക് പാലിലൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി പാലാണെങ്കിൽ പോലും അത് ചെറിയൊരു വിസർജ്യം, ഒരു തുള്ളി വിസർജ്യം പടർന്നാൽ മതിയല്ലോ, അത് മൊത്തം വരും. അപ്പൊ അത്തരത്തിൽ ഒരു കോൺട്രഡിക്ഷൻസും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള കേസുകളെ എല്ലാം തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആകെ സമൂഹത്തില് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കോടതിയും ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഫാൾസ് ആയിട്ടുള്ള കേസുകൾ, ഒരു കേസെങ്കിലും 10,000 കേസുകളുടെ ജെനുവിനിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോക്സോ കേസിൽ പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. കാരണം പോക്സോ കേസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഈ 376-നെക്കാട്ടി കൂടുതൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. മിനിമം സെന്റൻസ് പോലും കോടതികളുടെ കൈകൾ പോലും കെട്ടിക്കൊണ്ട് ഒരു കുറ്റം കണ്ടെത്തിയാൽ മിനിമം സെന്റൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നിയമമാണ് ഈ കുട്ടികൾക്കും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല പോലീസ്. അല്ല, ആ മെല്ലെപ്പൊക്കാണ് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് താൻ നിരപരാധിയായ കേസിൽ, പോക്സോ കേസായിട്ടും ഈ നടപടികൾ ഇഴയുന്നു എന്നതാണ്. അതാണ് ഞാൻ സംശയം ചോദിച്ചത്. അതൊരു ഭീഷണിയാക്കി നിലനിർത്തി മറ്റു കേസുകൾ സെറ്റിൽമെന്റ് ചെയ്യാനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന്? അല്ല, അത് അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഒരു ഭാഗത്തൊന്നും ഭീഷണിയില്ല എന്ന് പറയുന്നത് കൊണ്ട്. ശരി ശരി.